നോക്കിയിട്ട് ഇതൊരു 2 കിലോളം ചെമ്മീനുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവനെ കൊണ്ടുള്ള ഒരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ഇവനെ നമുക്കൊന്ന് കഴുകി റെഡിയാക്കി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം മസാലയൊക്കെ അങ്ങോട്ട് പെരട്ടി വറുത്തെടുത്ത് നമുക്കൊരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കാം അല്ലേ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീത്തിലേക്ക് നമുക്കൊരു 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് മസാല, 1 സ്പൂണ് പെരിഞ്ജീരകം, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ, 1 സ്പൂണ് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി യോജിപ്പിക്കും. ഒരു മണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ വെച്ച ചെമ്മീനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ചീനിച്ചട്ടി വെച്ച് അതൊന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചെമ്മീത്തിന് വെള്ളം സ്വാഭാവികമായിട്ടും പുറത്ത് വരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. ചെമ്മീൻ വെന്ത് കഴിഞ്ഞ് വെള്ളം എല്ലാം വറ്റി റെഡിയായി വരുന്നുണ്ട്. ഇതായിപ്പോൾ നല്ലപോലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചെമ്മീത്തിലെ മസാലയെല്ലാം പിടിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. അത് നമ്മൾ സവാളയും വേപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചത് അതിലേക്കിട്ട് ഇളക്കിയെടുക്കുകയാണ്. അതൊന്ന് മുരിഞ്ഞ് വരണം. സവാള ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് ചുവന്ന് വരുമ്പോഴത്തേക്കും വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആ സവാള മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്തിടാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ റെഡിയാക്കി ഇടണം. വേവിച്ച് വെച്ച് ചെമ്മീനായതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല. ആ എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ചെമ്മീൻ പൊരിച്ചതാവും. എണ്ണയൊക്കെ തെളിഞ്ഞ് ഭംഗിയായിട്ട് വരുന്നുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്.
സവാള എല്ലാം കൂടി ഇട്ട് മൊഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ വറുത്തതാണ്. ചെമ്മീൻ നല്ല പൊടിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും അല്ലാതെ കഴിക്കാനായിട്ട് പിള്ളേർക്കാണെങ്കിൽ വെറുതെ അവരെടുത്തുകൊണ്ട് നടന്ന് തിന്നും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs.